ഇനി അടുത്തത് നമ്മൾ സീക്വൻഷ്യൽ ആൻഡ് റാൻഡം ആക്സസും കൂടെ ഒന്ന് പറഞ്ഞു പോകാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ടേപ്പ് ഡ്രൈവ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഫയൽ ഒരു ടേപ്പിൻ്റെ എൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സീക്വൻഷ്യലായിട്ടായിരിക്കും ആ ഒരു ഫയലിനെ ആക്സസ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ സെക്ഷനിൽ നോക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സെക്ഷനിൽ നോക്കും, അല്ലെ മൂന്നാമത്തെ സെക്ഷനിൽ നോക്കും. അങ്ങനെ സീക്വൻഷ്യലായിട്ട് ഫയൽ ആക്സസ് ചെയ്യുന്നതിനെയാണ് സീക്വൻഷ്യൽ ഫയൽ ആക്സസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റാൻഡം ഫയൽ ആക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഹാർഡ് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡ്രൈവ്സിലൊക്കെ ഉള്ളതാണ്. അത് നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ പ്ലേസിൽ പോയിട്ട് അത് റിട്രീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും സീക്വൻഷ്യലി ആക്സസ് ചെയ്യുന്നതിന് പകരം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ഫയൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്യുന്നില്ല, ഞാനിതിൽ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ബേസിക് കൺസെപ്റ്റ്സ് പറഞ്ഞു പോകുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു വിൽ ഹാവ് ടു സ്കിപ്പ് ദി അതേഴ്സ്. അപ്പം നിങ്ങൾ ശരിക്കും നോക്കിയിട്ട് ഏതാണെന്നൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കാം. ഫസ്റ്റ് വൺ, റൈറ്റ് എ പ്രോഗ്രാം ടു ഡിസ്പ്ലേ ദി കണ്ടൻറ്റ് ഓഫ് എ ഫയൽ. ഫയലിൻ്റെ കണ്ടൻറ്റ് നമുക്ക് വേണം. അപ്പം ആദ്യമേ നമുക്കിതിൻ്റെ ലോജിക്ക് നോക്കാം. ഓക്കെ, വാട്ട് ഇസ് ദ ലോജിക്? ഫസ്റ്റ് വൺ, ഓപ്പൺ ദ ഫയൽ, അല്ലേ? ഫയൽ ഓപ്പൺ ചെയ്യണം. ഓക്കെ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഗെറ്റ് ദ ക്യാരക്ടർ. ഓക്കെ, ഗെറ്റ് ദ ക്യാരക്ടർ. തേർഡ് വൺ എന്താണ്? പുട്ട് ദ ക്യാരക്ടർ അല്ലെങ്കിൽ ഡിസ്പ്ലേ ദ ക്യാരക്ടർ എന്ന് നമുക്ക് പറയാം. ഫോർത്ത് വൺ, ക്ലോസ് ദ ഫയൽ. നമ്മൾ ഏതൊരു പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേനും ഈ ഒരു ലോജിക്ക് നമ്മളുടെ മനസ്സിൽ കാണണം. അതിനനുസരിച്ച് നമുക്ക് ഫ്രെയിം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ, ഓപ്പൺ ദ ഫയൽ. ഓപ്പൺ ദ ഫയലിന് നമുക്ക് എന്താണ് വേണ്ടത്? നമുക്കൊരു ഫയൽ FP പോയിൻ്റർ വേണം. FP = F open test.txt ആൻഡ് ഇറ്റ് ഇസ് ഇൻ റീഡ് മോഡ്. എന്തുകൊണ്ടാണ് റീഡ് മോഡ്? ഇത് ഡിസ്പ്ലേ മാത്രം ചെയ്താൽ മതി. ഓക്കെ. അടുത്തത് നമ്മൾ ചെയ്യുന്നത് വൈൽ f of ഫയൽ പോയിൻ്റർ = 0. നമ്മൾ പറഞ്ഞായിരുന്നു ഫയൽ എൻഡ് ഓഫ് ഫയൽ = 0 ആണെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ് ഇസ് നോട്ട് ദി എൻഡ്. അറ്റ് ദ സെയിം ടൈം ഇഫ് ഇറ്റ് ഇസ് എ നോൺ സീറോ വാല്യൂ ഇറ്റ് മീൻസ് ഇറ്റ് ഇസ് ദി എൻഡ്. അപ്പം എൻ്റെ ഫയലിൽ ലാസ്റ്റ് ക്യാരക്ടർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാരക്ടറിനെ ഗെറ്റ് ചെയ്യും, അതിനെ നമ്മൾ പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് അല്ലെങ്കിൽ പുട്സോ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും until I reach my end of the file and then I close the file. അത്രയും സിമ്പിളാണ് നമുക്കിവിടെ കണ്ടൻറ്റിന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം. ഇനി അടുത്ത സെക്കൻഡ് പ്രോഗ്രാം നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു കൗണ്ട് ദ നമ്പർ ഓഫ് വവൽസ് ഇൻ എ ഗിവൺ ഫയൽ. സോ ഇഗെയിൻ ഇവിടെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഓപ്പൺ ചെയ്യണം ഫയൽ. സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് കണ്ടൻറ്റ് വേണം. ഓക്കെ, കണ്ടൻറ്റ് നമുക്ക് കിട്ടണം. ഗെറ്റ് ദ കണ്ടൻറ്റ്. തേർഡ് വൺ, ചെക്ക് ഫോർ വവൽസ്. എങ്ങനെയാണ് നമ്മൾ വവൽസ് ചെക്ക് ചെയ്യുന്നത്? നമുക്ക് ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യാം, നമുക്ക് സ്വിച്ച് യൂസ് ചെയ്യാം, അല്ലേ? ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് വവൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കൗണ്ട് എത്രയാണോ അതിനെ ഡിസ്പ്ലേ ചെയ്യും. ദെൻ ഐ വിൽ ക്ലോസ് മൈ ഫയൽ. ഓക്കെ, ഇതാണ് നമ്മളുടെ കണ്ടൻറ്റ്, ഇതാണ് നമ്മളുടെ മെയിൻ ലോജിക് എന്ന് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് അത് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ആദ്യമേ ഞാൻ ഫയൽ $FP ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിനെ ഞാൻ ഓപ്പൺ ചെയ്തു. ഇനി ഞാൻ until I reach my end of the file. ഓക്കെ, ഇപ്പം എൻ്റെ ഫയലുണ്ട്. എൻ്റെ ഫയലിൻ്റെ എൻഡ് ഓഫ് ദ ഫയൽ എത്തിയിട്ടില്ല, എൻ്റെ ബിഗിനിങ്ങിലാണ് പോയിൻ്റർ ഇരിക്കുന്നത്. സോ ഇഫ് മൈ ഫയൽ ഇസ് ഹലോ. ഓക്കെ, ആദ്യം എന്താണ് ചെയ്യുന്നത്? CHനകത്ത് ഞാൻ എന്താണ് ചെയ്യുന്നത്? എൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിനെ ഞാൻ കിട്ടുവാണ്, ഫയൽ പോയിൻ്ററിലെ ഫസ്റ്റ് ക്യാരക്ടറെ ഞാൻ കിട്ടുവാണ്, ദാറ്റ് ഇസ് H. ഇഫ് എനി ഓഫ് ദീസ് ഇസ് CH, ഞാൻ എൻ്റെ കൗണ്ട്, അപ്പോൾ എൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ഇനീഷ്യലി 0 ആയിട്ട് ഞാൻ വെക്കുവാണ്. ഓക്കെ, ഞാൻ ഇത് ഇനീഷ്യലൈസ് ചെയ്യുവാണ്. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്യാരക്ടറിലോട്ട് പോവുകയാണ്. അപ്പം എഗെയിൻ അടുത്തതിനെ ഗെറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെയാണ് എൻ്റെ പോയിൻ്റർ, അപ്പോൾ എൻ്റെ പോയിൻ്റർ അടുത്തതിലോട്ട് പോയിൻ്റ് ചെയ്യാണ്. E എന്ന് പറയുന്ന ഒരു വവലാണ്, അല്ലേ? ഇവിടെ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ക്യാപിറ്റലാണോ സ്മോൾ ആണോ എന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ 2 ഓപ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ എഗെയിൻ എൻ്റെ ഫയലിൻ്റെ എൻഡ് ആയോ? ഇല്ല, അപ്പോഴത്തേനും അടുത്ത ലെറ്ററിനെ റീഡ് ചെയ്യും. അപ്പോൾ L ഞാൻ റീഡ് ചെയ്യുമ്പം L ഇതല്ല, വവലല്ല. അടുത്ത L ഞാൻ റീഡ് ചെയ്യുമ്പോൾ വവലല്ല. അടുത്ത ഞാൻ O വരുമ്പം എനിക്ക് വവലാണ്, ഞാൻ 2. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ദിസ് ഇസ് മൈ എൻഡ് ഓഫ് ഫയൽ. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് ഈ O കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ നോൺ സീറോ വാല്യൂ, വിച്ച് മീൻസ് മൈ
വൈൽ ലൂപ്പ് വിൽ ബി ബ്രോക്കൺ. പ്രിൻറ്റ് ദ കൗണ്ട് ഓഫ് വവൽസ്. അപ്പോൾ കൗണ്ട് ബി ഞാൻ പ്രിൻറ്റ് ചെയ്യും 2. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റെ ഫയൽ ക്ലോസ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഫയൽ ക്ലോസ് ചെയ്യാൻ മറക്കരുത്. അതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഗ്രാം. ഇനി അടുത്ത്, റൈറ്റ് എ പ്രോഗ്രാം ടു കോപ്പി ദ കണ്ടൻറ്റ് ഓഫ് വൺ ഫയൽ ടു അനദർ. ഓക്കെ, സോ വി നീഡ് ടു കോപ്പി ദ കണ്ടൻറ്റ് ഓഫ് വൺ ഫയൽ ടു അനദർ. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, ഓപ്പൺ ബോത്ത് ദ ഫയൽസ്. പക്ഷേ ഏത് മോഡാണ് ഓപ്പൺ ചെയ്യേണ്ടത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരെണ്ണം എനിക്ക് റീഡ് ചെയ്യണം, വേറൊരെണ്ണത്തിനകത്തോട്ട് എനിക്ക് റൈറ്റ് ചെയ്യണം. എന്താണ്, ഈ ഒരു കണ്ടൻറ്റിനെ എനിക്ക് ഇങ്ങോട്ട് കോപ്പി ചെയ്യണം. സോ ഒരെണ്ണത്തിന് റീഡ് മോഡിലും ഒരെണ്ണത്തിന് റൈറ്റ് മോഡിലും നിങ്ങൾ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഐ നീഡ് ടു ഗെറ്റ് ദ ക്യാരക്ടർ ഫ്രം ഫസ്റ്റ് ഫയൽ ആൻഡ് പുട്ട് ദ ക്യാരക്ടർ ഇൻ ദ സെക്കൻഡ് ഫയൽ. എന്നിട്ട് ക്ലോസ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പം ഇവിടെ നമുക്കതിൻ്റെ പ്രോഗ്രാം നോക്കാം. പ്രോഗ്രാമിൽ എന്താണ് നമ്മൾ പറയുന്നത്? പ്രോഗ്രാമിൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഫയൽ 2 പോയിൻറ്റേഴ്സ് ഉണ്ട്, 2 F1 F2 ഉണ്ട്. ഇപ്പം CHF ഗെറ്റ്സ്, അതായത് ഫയൽ 1ൽ നിന്നും ഞാനിവിടെ എൻ്റെ ക്യാരക്ടറിനെ എടുക്കുന്നു ഫയൽ 2യിലോട്ട്, അതായത് ഈ ഒരു CHനെ ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിലോട്ട് പുഷിൻ ചെയ്യുവാണ് ചെയ്യുന്നത്. ദെൻ ക്ലോസ് ബോത്ത് ദ ഫയൽസ്. അത് കണ്ടിന്യൂ ചെയ്യും അണ്ടിൽ ആൻഡ് അൺലെസ് മൈ F1 എം ടി ആവുന്നോടെ വരെ ചെയ്താൽ പോരെ. അപ്പം കാരണം F1നെ ഞാൻ റീഡ് ചെയ്തല്ലേ ഞാൻ പുട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇതിന് തന്നെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്, റൈറ്റ് എ പ്രോഗ്രാം ടു മെർജ് ദ കണ്ടൻറ്റ്സ് ഓഫ് 2 ഫയൽ. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് വായിച്ച് നോക്കുക. ലോജിക്ക് സെയിം തന്നെയാണ്. ഇനി അടുത്തത്, റൈറ്റ് എ പ്രോഗ്രാം ടു റീഡ് ദ നമ്പേഴ്സ് ഫ്രം എ ഫയൽ ആൻഡ് ഡിസ്പ്ലേ ദ ലാർജസ്റ്റ് നമ്പർ. ഫസ്റ്റ് സ്റ്റെപ്പ്, ഓപ്പണിംഗ് ദ ഫയൽ ഓപ്പണിംഗ് ചെയ്യണം. എന്നിട്ട് എനിക്ക് ഡിസ്പ്ലേ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിനെ ഞാൻ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്ത് എന്ന് വെച്ചാൽ എനിക്ക് അതിനകത്തൊരു ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഓപ്പൺ ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ F1 ഇവിടെ ഡിക്ലെയർ ചെയ്ത് F1നെ ഞാൻ ഓപ്പൺ ചെയ്തു. നമ്പർ ഡോട്ട് ടെക്സ്റ്റ് റീഡ് മോഡിൽ ഞാൻ ഓപ്പൺ ചെയ്തു. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാനിവിടെ ലാർജ് എന്ന് പറഞ്ഞ് ഞാനൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുവാണ്. ലാർജ് എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് F1ലെ ഫസ്റ്റ് എലമെൻറ്റിനെ ഞാൻ ഇതിനകത്തോട്ട് സ്കാൻ ചെയ്യണം. ലാർജിലോട്ട് ഞാൻ കയറ്റുവാണ് ചെയ്യുന്നത്. അതായത് എൻ്റെ ഇപ്പം F1നകത്ത് എൻ്റെ ഈ ഫയലിനകത്ത് എനിക്കിപ്പം 3, 5, 7 3 നമ്പേഴ്സാണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് എലമെൻറ്റിന് സ്കാൻ F1, അപ്പോൾ ഇതെൻ്റെ F1 ആണ്. F1ൽ നിന്നും ലാർജിലോട്ട് ഫസ്റ്റ് ഇൻറ്റീജർ ആണല്ലോ, ഞാനിതിനെ കയറ്റുന്നു. ഓക്കെ, ഇനി F1 ലാസ്റ്റ് ആവാത്തത്രയും നേരം അൺടിൽ ഇറ്റ്സ് നോട്ട് ഓവർ സ്കാൻ F1. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വണ്ണ് ഞാൻ സ്കാൻ ചെയ്യുന്നു. ഇതിന് ഞാൻ നമ്മിലോട്ട് കയറ്റുന്നു. ഓക്കെ, ഞാൻ നം എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്ത് കയറ്റുന്നു. ലാർജ് ലെസ് ദാൻ നം ആണോ? അല്ല, ഇവിടെ വരുന്നു. അപ്പം നെക്സ്റ്റ് എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്യുന്നു. നം 5 ആവുന്നു. ഓക്കെ, ഇഫ് ലാർജ് ഇസ് ലെസ് ദാൻ നം, യെസ് ലാർജ് ഇസ് ലെസ് ദാൻ നം, ലാർജ് ഇസ് ഈക്വൽ ടു നം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും മുകളിലോട്ട് വരുന്നു. അടുത്തൊരു നമ്പർ കൂടി ഉണ്ട് 7. സോ ലാർജ് ഇസ് ലെസ് ദാൻ നം എഗെയിൻ. സോ ഇവിടെ 7 ഇടും. ഇനി അടുത്ത നമുക്ക് നമ്പർ ഇല്ല, എൻഡ് ഓഫ് ഫയൽ നമ്മൾ റീച്ച് ചെയ്തു. സോ ഇറ്റ് ഇസ് ഡൺ. ക്ലോസ് F1 ആൻഡ് പ്രിൻറ്റ് ദ ലാർജസ്റ്റ് എലമെൻറ്റ് ആസ് ലാർജ്. ഓക്കെ, ഇതിനകത്തെ നമ്മളുടെ ലോജിക്ക് സെയിം ആണ്. അതിലെങ്ങനെയാണ് നമ്മൾ ഫയലിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ക്യാച്ച് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾക്കിവിടെ ചെയ്യേണ്ടത് ഇസ് എന്ന് പറയുന്ന, ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇസ് എന്ന് പറയുന്ന വേർഡിനെ വാസ് ആക്കി നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ ലോജിക്ക് നിങ്ങളൊന്ന് ആലോചിച്ച്. ഫസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യണം. നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ആൻഡ് ഇത് നമ്മളൊരു പുതിയ ഫയലിലോട്ടാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഫയലിൻ്റെ ആവശ്യം വരും. സോ നമുക്ക് ഓൾറെഡി ഒരു ടെക്സ്റ്റ് ഓൾറെഡി കാണും. അപ്പോൾ ആ ഒരു ടെക്സ്റ്റിനെ നമ്മൾ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇഫ് ആ ഒരു ടെക്സ്റ്റിനകത്ത് ഇസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ വാസ് ആക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഇവിടുത്തെ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ആദ്യമേ ഫയൽ ഓപ്പൺ ചെയ്യണം. സോ ദാറ്റ്സ് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യണം ഫയൽ. അപ്പോൾ ഇതിൽ ഒരു ഫയൽ എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാമിൻ്റെ കണ്ടൻറ്റ് ഉള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ റീഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂ ഫയലാണ്. അപ്പോൾ അതിനെ ഞാൻ റൈറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ 2 ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി ഞാനിനി F1ൻ്റെ ഫസ്റ്റ്
എന്താണ് സ്ട്രിങ് ഞാൻ F1ൻ്റെ ഒരു ഇതിൽ ഞാൻ F1ൻ്റെ ഫസ്റ്റ് വൺ ഞാൻ സ്ട്രിങ്ങിലോട്ട് ഞാൻ കയറ്റുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്, ഞാൻ സ്ട്രിങ് കമ്പയർ ചെയ്യുവാണ്. സ്ട്രിങ് കമ്പയർ നമ്മൾ സ്ട്രിങ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫംഗ്ഷൻ പഠിച്ചായിരുന്നു അല്ലേ. STRനെ ഞാൻ ഇസ് വെച്ച് കമ്പയർ ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു പ്രിൻറ്റ് എഫ് എന്നല്ലേ പുട്സോ യൂസ് ചെയ്തിട്ട് F2യിലോട്ട് വാസ് ആക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ആ സ്ട്രിങ്ങിനെ ആസച്ച് നമുക്ക് എടുക്കാം. ഇവിടെ അപ്പോൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ആദ്യമേ ഒരു സ്ട്രിങ്ങിനെ നമ്മളപ്പം STRലോട്ട് ഇപ്പം ജസ്റ്റ് ലെറ്റസ് ഇമാജിൻ APJ ഇസ് എ ഗുഡ് ലീഡർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫയലിനകത്തുള്ള കണ്ടൻറ്റ് എന്ന് വിചാരിക്കും. ഇതെൻ്റെ F1നകത്തുള്ള കണ്ടൻറ്റ്. അപ്പോൾ എൻ്റെ F2 ആണ് ഞാൻ താഴോട്ടെടുത്ത് എഴുതുന്നത്. ഓക്കെ, അപ്പം F2 ഞാൻ എഴുതുമ്പോഴത്തേനും ഞാനപ്പോൾ ഫസ്റ്റ് എൻ്റെ STRനകത്ത്, എൻ്റെ STR എന്ന് പറയുമ്പോൾ സ്ട്രിങ് ആണ്, അപ്പോൾ ഒരു സെറ്റ് വേർഡ് ആയിരിക്കും അറ്റ് ടൈമിൽ വരുന്നത്. അപ്പം F1ൽ ഞാൻ എൻ്റെ ഫസ്റ്റ് വൺ പോയിൻ്റ് ചെയ്യുന്നത് APJ എടുത്തു. ഓക്കെ, ഞാൻ അടുത്ത കമ്പയർ ചെയ്യുവാണ്, ഇസ്സാണോ അല്ല. അപ്പം APJ തന്നെ ഞാൻ എൻ്റെ F2യിലോട്ട് പ്രിൻറ്റ് ചെയ്തു, അതായത് എടുത്തെഴുതി പുട്സ് വെച്ച് അല്ലെങ്കിൽ എടുത്തെഴുതി എന്ന് കരുതാം. അപ്പോൾ പുട്സ് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന്, പുട്സോ അല്ലെങ്കിൽ സ്കാനഫ് അല്ല, പുട്സോ ഗെറ്റ്സോ നമ്മൾ യൂസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറാണ്. ഇവിടെ നമ്മളൊരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ സ്കാനഫും പ്രിൻ്റ്-എഫും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, സ്കാനഫിനകത്തോട്ട് അടുത്ത പോയിൻ്റ് ചെയ്യുന്ന സാധനം നമ്മൾ എടുക്കുകയാണ്, ഇസ്. പിന്നെ അടുത്ത് സ്ട്രിങ് കമ്പയർ, ഇസ്സാണ്, അതെ ഇസ്സാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ വാസ് വെച്ച് റീപ്ലേസ് ചെയ്യണം. ഇഗൈൻ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു, അടുത്തത് എയിലോട്ട് പോയിൻ്റ് ചെയ്യുന്നു, നമ്മൾ എഴുതുന്നു, ഗുഡ് ലീഡർ നമ്മൾ എഴുതുന്നു. ഓക്കെ, ദെൻ നമ്മൾ 2 ഫയലും ക്ലോസ് ചെയ്യുന്നു, റീപ്ലേസ്ഡ് സക്സസ്ഫുള്ളി. അപ്പം ഇവിടുത്തെ ലോജിക്ക് എന്താണ്, നമ്മൾ ഫയൽസ് രണ്ടുപേരും ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സ്ട്രിങ് കമ്പയർ ചെയ്യുന്നു. ഓരോ സ്ട്രിങ്ങിനെ നമ്മൾ ഓരോ വേർഡ്സിനെയും ബേസിക്കലി നമ്മൾ റിട്രീവ് ചെയ്തിട്ട്, ഇപ്പോൾ സ്ട്രിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണല്ലോ, നമ്മൾ മോഡസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്ട്രിങ്സിന് വേണ്ടിയിട്ടാണ്, അതൊരു ഒറ്റ വേർഡായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്, സ്പേസസ് ഒന്നും അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിക്ക് അതിനെ നമ്മൾ റിസോൾവ് ചെയ്യുന്നത്. സ്ട്രിങ് കമ്പയർ യൂസ് ചെയ്ത് ഇസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വാസ് വെച്ച് റീപ്ലേസ് ചെയ്യുവാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്തേക്കുന്നത്.